നമസ്കാരം, ജപ്പാനിൽ തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഡെമോ റൂം പരിചയപ്പെടുത്തിയായിരുന്നു. ഇതെങ്ങനെയാണ് ഇതിൽ ഡെമോ പ്ലേ ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സ്പീക്കർ എങ്ങനെ സെലക്ട് ചെയ്യണം, അതുപോലെ ആംപ്ലിഫയർ ഏത് വേണം, CD പ്ലെയർ ഏത് വേണം എന്നൊക്കെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്വിച്ചിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കൺട്രോൾസ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് റെഗയുടെ ബ്രിയോ ആമ്പും ഓവേഴ്സൺ വിൽക്കിൻസിൻ്റെ 705 S3 കൂടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, 40 ആണ് ആമ്പിൻ്റെ നമ്പർ. സ്പീക്കറിൻ്റെ നമ്പർ 49 ആണ്. സ്പീക്കർ ഞാൻ ഓൾറെഡി 49 സെലക്ട് ചെയ്തിട്ടുണ്ട്. ആമ്പ് ഇവിടെ 20 വരെ ഉള്ളൂ. അപ്പോൾ താഴെ വേറെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 220 എന്ന് പറയുന്നത് 2x20 40. CD പ്ലെയർ ഞാൻ മാറ്റുന്നില്ല, 2ലാണ് കിടക്കുന്നത്. റോട്ടലിൻ്റെ CD പ്ലെയറാണ് ഇപ്പോൾ ഡെമോയിൽ പ്ലേ ചെയ്യാൻ പോകും. ഇത് നമ്മൾ പതുക്കെ വോളിയം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും. ബേസിക്കലി ഈ എല്ലാ ആംപ്ലിഫയേഴ്സും സ്പീക്കേഴ്സും ഓൾറെഡി കണക്റ്റഡ് ആണ്. ഒരു സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. സ്പീക്കേഴ്സ് എല്ലാം സ്പീക്കർ സെലക്ടേഴ്സ് വഴി, അതുപോലെ തന്നെ ആംപ്ലിഫയേഴ്സും ഓൾറെഡി സ്വിച്ചിനകത്ത് കണക്റ്റഡ് ആണ് എല്ലാം. ഇതെല്ലാം ഡെമോയ്ക്ക് വേണ്ടി വെറുതെ വെച്ചിരിക്കുന്നതല്ല, എല്ലാം പവേർഡ് ഓൺ ആണ്. ഈ ഡിവൈസിൽ പോയിട്ട് നമ്പർ സെലക്ട് ചെയ്യുക, എന്നിട്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് കേൾക്കാം. ഈ എല്ലാ ആംപ്ലിഫയറിലും നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ആംപ്ലിഫയേഴ്സിലും നിങ്ങൾക്ക് കാണാം നമ്പേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കേഴ്സിലും നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.